പ്രാർത്ഥനയോടുകൂടി ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനായി गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഹിന്ദു സമുദായത്തിന്റെ കടപ്പുഴപ്പുറം കരിപ്പുഴ പഞ്ചായത്തുകളെ ഗാനചതുരായ ഗാനപ്രാണായ ഗാനാന്തരാത്മനെ ഇവിടെ ലോകപ്രകാശം ഗാനോത്സുഖായ ഗാനമത്തായ ഗാനോത്സുഖമനസേ വർഷങ്ങളായിട്ട് നമ്മുടെ ഗുരുപൂജിതായ ഗുരുദൈവതായ ഗുരുകുലസ്ഥായിനി ഗുരുവിക്രമായ ഗുഹ്യപ്രവരായ ഗുരവേ ഗുണഗുരവേ ഗുരുദൈത്യകലക്ഷേത്രേ ഗുരുധർമ്മസധാരണായ ഗുരുപുത്രപരിത്രാത്രേ കാര്യകർത്താക്കൾ, അതുപോലെ തന്നെ ഗീതസാരായ ഗീതതത്വായ ഗീതഗോത്രായ ധീമഹി ഗൂഢഗുൽഫായ ഗന്ധമത്തായ ഗോചയപ്രദായ ധീമഹി ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेश ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അത് വളരെയധികം വിപുലമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ ശ്രീശൂരം പഞ്ചായത്തിലെ പുരോഗമനത്തെ കുറിച്ചിട്ടൊക്കെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. അത് ഇനിയും കുസൃതികളായി ഗുരുവായൂരപ്പന്റെ കുസൃതികളാണ് ഒക്കെ. ഉണ്ണികൃഷ്ണനായിട്ടാണ്, ചതുർബാഹുവായിട്ടാണ് ശരിക്ക്. പക്ഷെ അവിടെ വിഗ്രഹം എന്താണ്? കൃഷ്ണന്റെ വിഗ്രഹമായിട്ടാണ്, ചെറിയ ഉണ്ണികൃഷ്ണനായിട്ടാണ്. നമ്മൾ ഈ ഷാളൊക്കെ ഇടില്ലേ, കഴുത്തു കൂടെ ഇങ്ങനെ ഷാൾ ഇടുന്ന പോലെ ഇങ്ങനെ തൂക്കുക ചെയ്യുക. അപ്പൊ 2 ഉണ്ടമാല ചാർത്തി കഴിഞ്ഞാൽ ഇവിടെ ഈ ഷോൾഡർ ഫില്ലാവും. 3ാമത്തെ ചാർത്താൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ നമുക്ക് നല്ല മാലകള് ഈ അസാധ്യമായിട്ട് മാല കെട്ടുന്ന ആൾക്കാരുണ്ടാവും, ഉണ്ടമാലകളെ എല്ലാ ഭംഗിയിൽ കെട്ടും. അപ്പൊ ചിലതുങ്ങൾ കണ്ടാൽ അതാണ് നല്ലത് തോന്നും. അപ്പൊ നമ്മളത് മാറ്റിയിട്ട് ഇതാണ് ചാർത്തിയാൽ അവിടെ നിൽക്കില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആയിട്ട് അത് ഇങ്ങോട്ട് വീഴും. വീണ് കഴിഞ്ഞാൽ അവസാനം ഈ തുളസിയാവും. ഇനി വലിയ ഈ അത്ര കണ്ടാൽ ഭംഗിയില്ലാത്ത ചില മാലകളുണ്ടാവും, അതാണ് ചാർത്തി അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചില പല കുസൃതികളുണ്ട്. പിന്നെ അതുപോലെ തിലകങ്ങൾ ചാർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും. ഇപ്പൊ നമ്മുടെ ഉച്ചപൂജയ്ക്ക് 8 തിലകം ചാർത്തിയെന്ന് വെച്ചാൽ ആ 8 നമ്മളിങ്ങനെ ഇല്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കാരണം ഈ ചന്ദ്രക്ക് കളപ്പം ഉണങ്ങി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതിന് വീഴും. വീണ് ഈ പൂവിന്റെ ഉള്ളിലേക്ക് പീഠത്തിലേക്ക് വീണാൽ പിന്നെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് തെരഞ്ഞ് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ നട തുറക്കാറായി കഴിഞ്ഞാൽ ആ ഉള്ളുകൾ വീഴുക. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും അതിന്റെ ഉള്ളിലാണ് അസാധ്യ ചൂടാണ്. ചൂടാന്ന് പറഞ്ഞാൽ പോലെ ഉരുകും ഇങ്ങനെയാണ്, അത്ര ചൂടാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ചൂടുന്നൊന്ന് ഇന്നിപ്പോ ഒരു 5 മിനിറ്റ് നേരത്തെ വേഗം നട തുറക്കാം, പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കുമ്പോ
ഒരു തിലകം വീട്ടുണ്ടാവും. പിന്നെ അതങ്ങോട്ട് തെരഞ്ഞ് ആ പീഠത്തിൽ ആ പൂവിലൊക്കെ എടുത്ത് തെരഞ്ഞ് പിടിച്ച് അത് കിട്ടുമ്പോഴേക്കും എന്താ വെച്ചാൽ ഒരു 15 മിനിറ്റാണ് കഴിയും തുറക്കാൻ. അപ്പൊ ഗുരുവായൂരപ്പൻ ഒന്നിനും നമ്മളെ സമ്മതിക്കുകയാണ്. ഗുരുവായൂരപ്പൻ ചിലത് തീരുമാനിക്കും, അതിനനുസരിച്ച് നമ്മൾ പോവാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അതിന്റെ. അപ്പൊ നമ്മൾ ഇന്നതാണ് തീരുമാനിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ, ഇന്നിപ്പോ വലിയ തിരക്കുണ്ടാവില്ല, വേഗം വേഗം തൊഴുത് പോരാൻ പറ്റുണ്ടാവും. ഒരു 8 മണിക്ക് തൊഴുതുകൾ പുറത്തേക്ക് ഇറങ്ങാം. 8:30 നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചാൽ മുമ്പ് നടപ്പിക്കാം. അത് ചിലപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനാകുമ്പോഴേക്കും കിട്ടും. അപ്പൊ അങ്ങനത്തെ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കുണ്ടായ വേറൊരു അനുഭവം, ഈ എന്നെ പഠിപ്പിച്ച ഗുരുനാഥനുണ്ട്, എൻ്റെ അമ്മാവന്റെ മകന്റെ മകൻ തന്നെയാണ് തീയന്നൂര്. അദ്ദേഹമാണ് എന്നെ പൂജകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം 10, 20, 21 തവണ 22 തവണയായിട്ട് ഗുരുവായൂർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നുമില്ല. അദ്ദേഹം തന്ത്രവിദ്യാപീഠത്തിലൊക്കെ പഠിച്ചിട്ട് പൂജാതി കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പിന്നെ അമ്പലങ്ങളിലെ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിവർത്തിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഈ ആദ്യത്തെ തവണ കൊടുത്തപ്പോ തന്നെ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഗുരുവായൂരപ്പ അദ്ദേഹത്തിനല്ലേ ആദ്യം കൊടുക്കേണ്ടത്. എനിക്കിപ്പോ എന്തായാലും 56-ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്ത് 4 കൊല്ലം കൊടുക്കാക്കിയ 60 വയസ്സ് വരെ പറ്റും. ആ 4 കൊല്ലത്തിന്റെ ഇടയിൽ 8 തവണ കൊടുക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ഗുരുവായൂരപ്പ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിനല്ലേ ആദ്യം കൊടുക്കട്ടെ, എനിക്ക് പിന്നെ തന്നാ മതിയായിരുന്നു എന്നൊരു തോന്നല് എനിക്കുണ്ടായി ഗുരുവിന്റെ. അപ്പൊ അത് അങ്ങനെ പിന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ വേണ്ടായിട്ടൊന്നും പറയാൻ പറ്റില്ലേ, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റില്ല. കിട്ടിയാൽ നമ്മളത് നിവർത്തിച്ചു പോകണം. അവിടുത്തെ ചുമതലകൾ മുഴുവൻ നമ്മുടെ മണ്ടയിലാവും. കാരണം എന്താ വെച്ചാൽ സ്വർണം അതൊക്കെ കുറണ്ട്. സ്വർണത്തിന്റെ വിളക്കുകളാണ് അതിന്റെ ഉള്ളിലൊക്കെ, തൂക്കുകളൊക്കെ ഇതൊക്കെ. ഇനി തൂക്കണ ഈ ചങ്ങലല്ലേ അതും കൂടി സ്വർണം. ഇങ്ങനത്തെ വലിയ വലിയ വിളക്കുകളാണ്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം മേശാന്തിക്കാണ്. അപ്പൊ നല്ലൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവും. അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞു പോരുമ്പോ തിരിച്ചു പോരുമ്പോ എന്താ വെച്ചാൽ നിലവിലുള്ള മേശാന്തിയാണ് അടുത്താളുള്ള നറുക്കെടുക്കുക. ഈ പോരുന്ന സമയത്ത് എല്ലാ തവണയും അങ്ങനെയാണ്. നിലവിലുള്ള മേശാന്തി ഉച്ചപൂജ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡപത്തില്, നമസ്കാര മണ്ഡപത്തില് തന്ത്രി, മല്ലിശ്ശേരി, ചൗരാളൻ, മല്ലിശ്ശേരി നമ്പൂരിപ്പാട് എല്ലാവരും ഉണ്ടാവും. ദേവസ്വത്തിന്റെ ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും കൂടി ഇന്ന് ഒരു കുംഭത്തില് ഈ നറുക്കൊക്കെ ഇട്ട് പേരെഴുതിയിട്ടിട്ട് അതിങ്ങനെ ഈ വെള്ളരി ഉണ്ടാവും, അരി ഉണ്ടാവും അതിനുള്ളിൽ. അത് കുറച്ച് ഇങ്ങനെ കശക്കി അത് നോന്നെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ എനിക്കിതേപോലെ എന്റെ ഇത് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതേപോലെ പിന്നെ അദ്ദേഹം പറഞ്ഞു, തന്ത്രി പറഞ്ഞു മേശാന്തി ഒരു നല്ലോണം ഇളക്കിയിട്ടൊരു നറുക്കെടുത്തോളൂ പറഞ്ഞു. അപ്പൊ ആ നറുക്കെടുക്കുന്ന സമയത്ത് 2 എന്റെ വിരലിന്റെ ഇടയിൽ കൊടുക്കും. ഇങ്ങനെ എടുക്കുമ്പോ എനിക്ക് മനസ്സിലായി 2 കയ്യിലത് 2 എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് 1 താഴത്തേക്ക് തന്നെ ഇട്ടു. ഇത് മറ്റെടുത്ത് ഇത് വായിച്ചു നോക്കുമ്പോ എന്റെ ഗുരുനാഥന്റെ പേരാണ്. അതൊരു ഈ നമ്മളങ്ങ് മനസ്സൊരുക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. അതാണ് ഇപ്പൊ നമ്മള് എല്ലാവരും അവിടെ ഗുരുവായൂർ പോണ്ടാവും. നമ്മള് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടാവണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ടാവരുത്. നമ്മൾ മനസ്സൊരുക്കി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ അദ്ദേഹം തരും, ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ഇതില് ഈ ഗണേശ് പറയാൻ എന്താ കുറെ ഗുരുവായൂര് അനുഭവങ്ങൾ പറയാന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞ് പോകാനുള്ളതുണ്ട്. കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് നിങ്ങൾക്ക് കൂടി ഭക്തി ഉണ്ടാവാൻ ഒരു പ്രചോദനമാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. പിന്നെ ഇതെല്ലാം കേൾക്കാൻ സന്മനസ്സുള്ള ആൾക്കാരാണ് ഇരിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാ വേദിയിലൊന്നും ഇത് പറയാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പൊ ഞാനെന്താ വെച്ചാൽ ഈ ഗണേശോത്സവം ഇവിടെ പൂർവാധികം ഭംഗിയായിട്ട് എല്ലാ വർഷവും നല്ല നിലയിൽ കൊണ്ടു നടക്കാനും ആഘോഷിക്കാനും കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഗുരുവായൂരപ്പനോട്. അതുപോലെ തന്നെ ഈ സ്വാഗത സംഘ രൂപീകരണത്തിന്റെ ഈ ചടങ്ങ് വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് എല്ലാവരെയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
ഗണാധ്യക്ഷായ നമ്മൾ മാറിയിട്ട് പകരം ഇന്ന് ഗുണശരീരായ ടിവിയുടെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈലിന്റെ ഉള്ളിലോ മറ്റ് സ്ഥലങ്ങളിലോ എല്ലാം പോകുമ്പോൾ നമ്മളുടെ ആധ്യാത്മിക തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ശക്തി നമുക്കില്ലാതെ പോവുകയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ മുതിർന്നവരുടെ ചുമതലയാണ് എന്ന് ഞാൻ എല്ലാ വേദികളിലും പറയും. കുറ്റം പറയേണ്ടത് കുഞ്ഞുങ്ങളെയല്ല. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്തോ അതിനെ അവര് പകരുന്നു, നമ്മൾ പകർന്നു കൊടുക്കുന്നതിനെ അവര് ആചരിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അതിന് നമ്മളത് ചെയ്തില്ലെങ്കിൽ ആരുടെയാണ് തെറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു പ്രധാന കാര്യമാണ്. ഗണേശോത്സവം സെപ്റ്റംബർ 15-ാം തീയതിയാണെന്ന് പറഞ്ഞു. 14, 15, 16 3 ദിവസമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഗണേശോത്സവം നടക്കും. ഗണേശോത്സവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നടക്കുന്നത് പോലെ എല്ലാ കമ്മിറ്റിക്കാരും അതിന്റെ വരവ് ചെലവ് കണക്കുകളെല്ലാം നോക്കും. പിന്നീട് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നോക്കും. അതിനെ ഏത് രീതിയിൽ തരണം ചെയ്യാമെന്ന് നോക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി വരും. വീണ്ടും നമ്മൾ ഈ ഓട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഓട്ടത്തിനിടയില് നമ്മൾ എത്തിച്ചേരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറകൾക്ക്, ഇപ്പൊ പൂരം നടക്കുകയാണെങ്കിലും ഗണേശോത്സവം നടക്കുക, പ്രാണായ ഗാനാന്തരാത്മനി ഗാനോത്സുഖായ ഗാനമത്തായ ഗാനോത്സുകമനസേ ഗുരുപൂജിതായ ഗുരുദൈവതായ ഗുരുകുലസ്ഥായിനി ഗുരുവിക്രമായ ഗുഹ്യപ്രവരായ ഗുരവേ ഗുണഗുരവേ ഗുരുദൈത്യകലക്ഷേത്രേ ഗുരുദൈവസദാ. അതിനുശേഷം ശ്രീകൃഷ്ണജയന്തി നമ്മൾ ബാലദിനമായിട്ട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങി. ഇപ്പൊ പല സ്ഥലങ്ങളിലും ബാലഗോകുലില്ലെങ്കിലും ശ്രീകൃഷ്ണജയന്തി നടക്കുന്നുണ്ട്. അത് ഈ ഒരു ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ പോലും ആ സമയത്ത് എങ്ങനെയും ശ്രീകൃഷ്ണ നല്ലവരായ ഗണേശോത്സവ സമിതിയുടെ രക്ഷാധികാരികൾ, അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരെ, ഈ വർഷത്തെ ശ്രീകൃഷ്ണപുരത്തിൻ്റെ വലിയൊരു ഗണേശോത്സവമായി ഈ ശ്രീകൃഷ്ണപുരത്തെ ഈ ഗണേശോത്സവ സമിതിയുടെ മേഖലാ സമിതിയുടെ ശ്രീകൃഷ്ണപുരം പ്രസിഡന്റായിട്ട് മുരളി മാസ്റ്റർ പാലോട് അദ്ദേഹത്തെ ഈ മേഖലാ സമിതിയുടെ പ്രസിഡന്റായിട്ട് സ്വീകരിക്കണമെന്ന് അറിയിച്ചു. അതുപോലെ തന്നെ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആയിട്ട് കരിമ്പുഴ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രഷറർ KN രാജപ്പൻ ശ്രീകൃഷ്ണപുരം അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സ്വാമിജിയുടെ മാതാവ്, അതേപോലെ സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വം കൊടുക്കുന്ന ശ്രീകുമാർജി, മറ്റ് സംഘാടകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഗണേശോത്സവം കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ ഉത്സവമായിട്ട് മാറിയിട്ടുണ്ട്. ഗണേശോത്സവം വലിയ പട്ടണങ്ങളിൽ നല്ല രീതിയിൽ നടക്കുന്നു എന്നിവിടെ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അതേ ഊർജത്തിലെ, അതേ ഉത്സവത്തോടെ, അതേ ഒരു മനോഭാവത്തോടു കൂടി നമ്മുടെ ഗ്രാമങ്ങളിലും ആ ഉത്സവം നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ രാമായണ മാസമാണ്. ആ രാമായണ മാസം ഇതിന് പറ്റിയൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു, തീർച്ചയായിട്ടും പറ്റിയൊരു സാഹചര്യമാണ്. രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും രാമായണം നമുക്ക് നൽകുന്ന സന്ദേശങ്ങള്, അതാത് കാലഘട്ടങ്ങളിലെ വരുന്ന പ്രശ്നങ്ങളെ ഏതു വിധത്തിൽ നമുക്ക് നേരിടണം, കൈകാര്യം ചെയ്യണം, സമാജത്തെ എങ്ങനെ നയിക്കണം എന്ന് കാണിച്ചു തന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട്
നമ്മുടെ സമാജത്തെ ഉണർത്തിയെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രാമായണ പാഠങ്ങള് നമുക്ക് വരാനിരിക്കുന്ന ഉത്സവങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ശക്തി നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ കാര്യത്തിലൊക്കെ ശ്രീകുമാർജി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എന്നും കാണുന്ന ഈ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളല്ല പ്രതീക്ഷിക്കുന്നത്, വരാനിരിക്കുന്ന പുതിയ തലമുറയിലുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, അവിടേക്കാണ് നമ്മളുടെ ഫോക്കസ് വേണ്ടത് എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വരുന്ന ഒരു തലമുറയ്ക്ക് നല്ലൊരു മാതൃക, നല്ലൊരു സന്ദേശം കൊടുത്തുകൊണ്ട് ആ സമാജത്തെ അടിമുടി രാഷ്ട്ര നവനിർമ്മാണത്തിനായിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഗണേശോത്സവത്തിന്റെയും പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മനോഭാവത്തോടു കൂടിയിട്ടുള്ള സംഘാടനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഭക്തിയാണ് അതിന്റെ ഒരു കാതലായിട്ടുള്ള വശം എങ്കിലും ആ ഭക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവത്തെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടത്. നമ്മൾ കാണുന്ന ഭക്തിയും നമ്മൾ പുറമേക്ക് പ്രകടിപ്പിക്കുന്ന ഭക്തിയും അല്ല അതിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ ആ ഭക്തിയുടെ തന്നെ ശരിയായിട്ടുള്ള ആ ദിശാബോധത്തോട് കൂടിയിട്ടത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ദേവതാ സങ്കല്പങ്ങളിലും അത്തരത്തിലുള്ള നല്ല പാഠങ്ങൾ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ധർമ്മപാതയിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഗണപതിയും അതേപോലെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു മഠമാണ്. സുബ്രഹ്മണ്യനും ഗണപതിയും ഇവിടെ ഈ ഭാഗത്ത് ഗണപതിയുടെ വലിയ ഒരു ക്ഷേത്രമുണ്ട്. രണ്ടുപേരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ രണ്ട് ശക്തികളാണ് ശിവനെ ശിവനാക്കുന്നത് എന്ന് പറയും. അതായത് ബുദ്ധിയുടെയും സിദ്ധിയുടെയും ദേവതയായിട്ടുള്ള ഗണപതിയും ബാഹ്യശക്തിയുടെ അല്ലെങ്കിൽ സംഘടിത ശക്തിയുടെ പ്രതീകമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയും, ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ശിവത്വം അല്ലെങ്കിൽ ശിവന്റെ ആ ഒരു ശക്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തിതലത്തിലും സാമാജിക തലത്തിലും ബുദ്ധിയുടെയും സിദ്ധിയുടെയും പ്രവർത്തനവും നമ്മുടെ ശാരീരികവും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ആ ശക്തികളെ ഒരേപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അത് വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമാജിക തലത്തിലും നമുക്ക് സാധ്യമാക്കുന്ന ഒരു ഉത്സവമാണ് ഗണേശോത്സവം. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നടക്കുന്ന ആ ചെറിയ ചെറിയ കൂടിച്ചേരലുകളിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളെ നമ്മുടെ സമാജത്തിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നമുക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഉത്സവമാണ്. തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്, നമുക്കതിനുള്ള പദ്ധതികളുണ്ട്, നമുക്കതിനുള്ള വഴികളുണ്ട്. പറഞ്ഞു തരാൻ അനേകം ആചാര്യന്മാർ ഇപ്പൊ നമുക്ക് ലഭ്യമാണ്. പണ്ടത്തെ കാലത്തേത് പോലെയൊന്നുമല്ല, കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴിക്കൊക്കെ നമുക്ക് നല്ല ഒരു ഈ രംഗത്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ ധർമ്മ പദ്ധതികളെ, നമ്മുടെ ആചാര്യന്മാര് നമുക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങളെ, എന്തിന് രാമായണം പോലും ഇപ്പോൾ പുതിയ സോഷ്യൽ മീഡിയയുടെ ആ രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. രാമായണം എന്നുള്ള ഒരു വിഷയത്തെ ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 8 വർഷമായിട്ട് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലെ രാമായണം 8 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ 9:30 മണി വരെ നടക്കും. ശനി ഞായർ ദിവസങ്ങളിൽ അത് ഉച്ചയ്ക്ക് 12 മണി വരെ നീളുന്ന അത്രയും ദൈർഘ്യമേറിയ ആളുകളുടെ ഇടപെടലുകളാണ്. ഓരോ രാമായണത്തെ കുറിച്ചുള്ള തനതായിട്ടുള്ള അഭിപ്രായങ്ങള്, ചർച്ചകള്, സംവാദങ്ങള്, കീർത്തനങ്ങള്, അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നടക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്നവരൊന്നും തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ളവരല്ല. അവര് ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ ഇരുന്നിട്ടാണ് ഇത് പങ്കെടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സമാജത്തെ ഒരുമിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമാജത്തെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. കാരണം ഇപ്പോഴാ ഞാൻ ഒരു ഗ്രൂപ്പിൽ കണ്ട ഒരു മെസ്സേജാണ്.
ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ആ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൾഫിലുള്ള ഒരു രക്ഷിതാവ് ഇപ്പം നാട്ടിൽ വന്നിരിക്കുകയാണ്. നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന അയാളുടെ മകൻ ഇപ്പം രഹസ്യമായിട്ട് നിസ്കരിക്കുകയാണ് അത്ര വീട്ടിൽ. അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വീട്ടുകാർക്ക് സാധിക്കുന്നില്ല. എന്താണ് അതിനൊരു മാർഗം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുകയാണ്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ അരികെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര സാമ്പത്തികമായിട്ടും മറ്റ് ഏതെല്ലാം വിധത്തിൽ നമ്മൾ ശക്തരായാലും നമ്മുടെ തന്നെ കുടുംബാംഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിവർത്തനത്തെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ചില ശക്തിപ്പെടൽ, ചില സംഘടനാ തത്വങ്ങൾ അവിടെയൊക്കെ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള കാര്യപദ്ധതി കൂടിയാണ് ഇത്തരത്തിലുള്ള സാമാജിക ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ശക്തി പ്രകടിപ്പിക്കേണ്ടിടത്ത് അത് പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്നത് നല്ല ഒരു ഹൈന്ദവ മേഖലയാണ്. അവിടെ നമുക്ക് നല്ല സാമാജിക പരിവർത്തനത്തിന് ഉതകുന്ന വിധത്തില് നമ്മുടെ ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക വൈഭവങ്ങൾ വിളിച്ചോരുന്ന ഇത്തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള തത്വങ്ങളെ നമ്മുടെ സമാജത്തിന് പകർന്നു നൽകിക്കൊണ്ട് ആ ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമാജത്തിൽ പുതിയൊരു പരിവർത്തനത്തിനുള്ള സമയമായിരിക്കുകയാണ്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഉത്സവത്തെ നല്ല ഒരു കാര്യമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് ഉള്ള സംഘാടന ശക്തി നമുക്ക് ശ്രീകൃഷ്ണപുരത്തുണ്ട്. അപ്പൊ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് നമുക്ക് തവണ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഭക്തി സാന്ദ്രമായിക്കൊണ്ട് തന്നെ മാതൃകാപരമായിട്ട് നമുക്ക് നടത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് നമുക്ക് നല്ല ചർച്ചകൾ വേണം. തീർച്ചയായിട്ടും അവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടുള്ള ശക്തി പ്രകടനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണോ നമ്മുടെ ലോകമാന്യ ഗംഗാധര തിലകനെ പോലെയുള്ള ദേശീയ നേതൃത്വ ഉദ്ദേശം വെച്ചാണോ ഈ ഒരു പരിപാടിക്ക് ആസൂത്രണം കൊടുത്ത് നേതൃത്വം കൊടുത്ത് അതേ കാര്യത്തെ നമുക്ക് നമ്മുടെ സമാജത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഇതിനോടൊപ്പം നമ്മുടെ ദേശീയമായിട്ടുള്ള വലിയൊരു ഉണർവ് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഏതെങ്കിലും പട്ടണങ്ങളിൽ മാത്രം വിജയിച്ചാൽ പോരാ, നമ്മുടെ ഗ്രാമങ്ങളിലും ആ ദേശീയതയുടെ രക്തപ്രവാഹം ഒഴുകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവം വളരെ സംഘടനാ കാര്യബോധത്തോടു കൂടിയിട്ട് നമുക്ക് ഈ പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജയിപ്പിക്കണം. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കുന്ന ഒരു കാലമാണ്. എല്ലാ നിലയ്ക്കും ഗണപതി ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകും. എല്ലാവർക്കും അതിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय